നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് ആരംഭിക്കാനിരിക്കുന്ന വേളയിൽ ഏറെ നിർണായകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. നിലവിൽ 29 ലക്ഷത്തോളം പേരാണ് ഖത്തറിലുള്ളത്. ഇതിൽ 3 ലക്ഷം വരും ഖത്തരി പൗരന്മാർ. പ്രകൃതിവാതക ശേഖരമാണ് ഖത്തറിനെ ലോകത്തെ തന്നെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിലനിർത്തുന്നത് പോലും. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരങ്ങളുള്ളത് പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന നോർത്ത് ഫീൽഡിലാണ് എന്നതും അറിയാക്കതയല്ല. ഖത്തറിന്റെയും ഇറാന്റെയും അതിർത്തി പ്രദേശമായ ഇവിടെയാണ് ഖത്തറിന്റെ മുഖ്യ സമ്പത്തിന്റെ അടിസ്ഥാനം എന്നത്. അങ്ങനെ ലോകത്തെ 10% പ്രകൃതിവാതകവും ഇവിടെയാണ് ഉത്ഭവിക്കപ്പെടുന്നത്. മത്സ്യസമ്പത്തിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്ന പഴയ ജനതയല്ല ഇന്ന് ഖത്തറിലുള്ളത്. ലോകത്തെ പ്രധാന വിജയങ്ങൾക്ക് പിന്നിൽ ഖത്തറിന്റെ കൈകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഖത്തറിന്റെ അധികമാരും അറിയാത്ത വിശേഷങ്ങളാണ് ഇതിലൂടെ പറയുവാൻ പോകുന്നത്. അതായത് ലോകത്ത് തന്നെ വൻ ലാഭം കൊയ്യുന്ന വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ഖത്തർ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിൽ ഉൾപ്പെടുന്നതാണ്. ലോകത്തെ പ്രധാന വാർത്താ ചാനലായ അൽ ജസീറയ്ക്ക് പിന്നിലും ഖത്തർ തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ദോഹയിലെ അൽ ഉദൈദാണ്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ എണ്ണയും വാതകവും കണ്ടെത്തിയതോടെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ ഖത്തറിന്റെ മുഖച്ഛായ മാറിയത്. ലോകത്തെ മിക്ക രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട വേളയിൽ ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചിരുന്നില്ല. എണ്ണയ്ക്ക് എക്കാലത്തും ആവശ്യക്കാരുണ്ടായിരുന്നതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വർഷം ഖത്തറിന്റെ സാമ്പത്തിക രംഗം 3.4% വളരുമെന്നാണ് IMF പ്രവചനം. കോടികളാണ് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയൊരുക്കാൻ പൊടിച്ചത്. എന്നിട്ടും കഴിഞ്ഞ വർഷത്തെ ചെലവിനേക്കാൾ വരുമാനം ഈ വർഷം ഖത്തറിനുണ്ട്. 2025ഓടെ കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യാനാണ് ഖത്തറിന്റെ തീരുമാനം. അതായത് ഖത്തറിന്റെ വരുമാനം ഇനിയും കൂടുമെന്ന് അർത്ഥം. ഖത്തറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നത് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയാണ്. 2010 ലോകകപ്പ് വേദിക്കുള്ള ലേലം ഖത്തർ പിടിച്ചത്. ഇതിനുശേഷം $20,000 കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഖത്തർ വിനിയോഗിച്ചു എന്നാണ് ഖത്തർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരം. 5 ആഴ്ച നീളുന്ന കായികമേളയ്ക്ക് ഇത്രയും തുക ചെലവഴിക്കുന്നത് അധികമല്ലേ എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഖത്തറിലെ മൊത്തം വികസനം ഇതിന്റെ ഭാഗമായി നടന്നുവെന്നത് എടുത്തു പറയേണ്ടതാണ്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് 8 സ്റ്റേഡിയങ്ങളാണ് ഖത്തർ നിർമ്മിച്ചിരിക്കുന്നത്. മെട്രോ ലൈൻ, പുതിയ വിമാനത്താവളം, റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഖത്തർ ഒരുക്കിയിട്ടുമുണ്ട്. 15 ലക്ഷം വിദേശികൾ മത്സരവേളയിൽ ഖത്തറിലെത്തുമെന്നാണ് കരുതുന്നത്. ഓരോ വ്യക്തിയും 10 ദിവസം താമസിച്ചേക്കാം. ദിവസം $500 ചിലവിട്ടേക്കാം. അതായത് ഒരു വിദേശിയിൽ നിന്ന് $5,000 ഖത്തറിലെത്തും. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലൂടെ ഈ വർഷം ഖത്തറിന്റെ സാമ്പത്തിക മേഖലയിൽ എത്തുക $750 കോടി. അൽത്താനി രാജകുടുംബമാണ് ഖത്തർ ഭരിക്കുന്നത്. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയാണ് നിലവിലെ അമീർ. പൗരന്മാരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഭരണമായതിനാൽ തന്നെ രാജകുടുംബത്തോട് ഖത്തറുകാർക്ക് വലിയ മതിപ്പാണുള്ളത്. വരുമാന നികുതി, ഉയർന്ന ശമ്പളമുള്ള സർക്കാർ ജോലി, സൗജന്യ ആരോഗ്യ സുരക്ഷ, സൗജന്യ വിദ്യാഭ്യാസം, നവദമ്പതികൾക്ക് സഹായം, ഭവനം, സബ്സിഡികൾ, വിരമിച്ചാലുള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെ പോകുന്നു ജനങ്ങൾക്കുള്ള ഖത്തർ സർക്കാരിന്റെ സഹായങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിനും മറ്റും സാഹചര്യമില്ല. 90% വിദേശികളാണ് ഖത്തറിൽ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യക്കാരാണ് കൂടുതൽ ഉള്ളത്. അടുത്തിടെ തൊഴിൽ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഖത്തർ. എന്നാൽ നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഖത്തറിൽ ദുരിതമാണ് എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കുറഞ്ഞ കൂലി സമ്പ്രദായം ഖത്തർ നടപ്പാക്കിയിട്ടുമുണ്ട്. കഫാല സിസ്റ്റം ഒഴിവാക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഖത്തറിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പ്രവാസികൾക്ക് ഇത് നല്ല കാലം തന്നെ. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്നതോടുകൂടി ഖത്തറിന്റെ തലവര മാറും എന്ന് മാത്രമല്ല പ്രവാസികളുടെ തലവരെയും മാറുമെന്നതിൽ സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.